കേരള സ്റ്റോറി രണ്ടാം ഭാഗം വരികയാണ്. രണ്ടാം ഭാഗം വരുമ്പോഴത്തേക്ക് വല്ലാത്ത വെപ്രാളമാണ് ചിലർക്ക്. രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ട്, അതുപോലെ മതവൃത്തങ്ങളിലുണ്ട്. അത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കരുതെന്നും പറഞ്ഞ് പുറപ്പെട്ടിരിക്കുകയാണ് ഹർജിയുമായിട്ട്. എന്തിനാണ് ഇത്ര വെപ്രാളം? കേരള സ്റ്റോറി 1 വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു പ്രശ്നം. അതിൽ 32,000 മതം മാറ്റത്തെ കുറിച്ച് പറഞ്ഞു. പിന്നീട് അത് പിന്നെ കോടതിയിലെത്തിയപ്പോൾ 3 എന്നൊക്കെയാണ് പറയുന്നത്. സാർ, 1 2 3 മതം മാറ്റം തെറ്റ് തന്നെയാണ്. പ്രണയിക്കുന്നതിന്റെ പേരിൽ എന്തിനാണ് മതം മാറ്റുന്നത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ പ്രണയിച്ചോ? അത് ഏത് മതം? പ്രണയത്തിന് മതമോ ജാതിയോ പിന്നെ സംസ്കാരം ഇതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് പ്രണയിക്കണമെങ്കിൽ പ്രണയിച്ചോളൂ, അതൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ മതം മാറ്റിയുള്ള പ്രണയം, മതം മാറ്റിയതിന് ശേഷം ആട് മേയ്ക്കാൻ സിറിയയിലും പിന്നെ മറ്റു രാജ്യങ്ങളിലും ഒക്കെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? കൊണ്ടുപോയതിനു ശേഷം ഈ പെൺകുട്ടികൾ എവിടെയാണ്? ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇതെന്തെങ്കിലും നമ്മൾ അറിയുന്നുണ്ടോ? ഇത് തുറന്ന് പറഞ്ഞാൽ അത് പിന്നെ കുറെ ആളുകൾക്ക് വല്ലാത്തൊരു പ്രശ്നമാണ്, വല്ലാത്തൊരു ഉളുപ്പില്ലായ്മയാണ്, വല്ലാത്തൊരു നിങ്ങൾ എന്തിനാണ് ഇത് പറയുന്നത്? ഈ സത്യം നിങ്ങൾ എന്തിന് വിളിച്ചു പറയുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് പറയുന്നത്. ഈ 2019 IS പോയ ആളുകളുടെ കണക്കെടുക്കുമ്പോൾ അതിൽ 100 പേർ കേരളത്തിൽ നിന്നാണ് പറയുന്നത്. കേരളത്തിൽ നിന്ന് 100 പേരെന്ന് നമ്മൾ അറിയാത്ത എത്രയോ പേരുണ്ടാകും. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാത്ത എത്രയോ പേരുണ്ടാകും. എന്തിനു ഏറെ പറയുന്നു, ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവിടെ കോട്ടയം ഭാഗത്ത് നിന്ന് കാണാതായി. എന്നെ കാണാതായിട്ട് 8-9 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയാണ് പോയത് ജസ്ന? ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത്? ജസ്നയെ തേടി എന്തിനാണ് സത്യസരണി വരെ പോയത്? അതെ, അതേസമയം ഇതിപ്പോ ഈ ഒരു സ്റ്റോറി പറഞ്ഞു, ട്രൂ സ്റ്റോറി. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കള്ളമാണെന്ന് ആരും പറയത്തില്ല. എണ്ണത്തിന്റെ കാര്യത്തിലെ വ്യത്യാസമുള്ളൂ. ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ല എന്നുള്ളത് ആരും പറയത്തില്ല. എണ്ണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഡോക്യുമെന്ററി അല്ലല്ലോ. ഇതിനകത്ത് യാതൊരു പിന്നെ അത് മുഴുവൻ സത്യമാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അതെ, സത്യമാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് സിനിമയായിട്ടല്ലേ ആസ്വദിക്കേണ്ടത്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ. അത് നിങ്ങളുടെ എമ്പുരാന് മാത്രമല്ലല്ലോ, ഇതിനും ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടേ? അല്ല, എമ്പുരാന് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് അതാണ്. അതിന്റെ പേരിലാണ് സാർ ഇവിടെ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നത്. എമ്പുരാൻ ഗോദ്രാവധത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി അവിടെ അപമാനിക്കാം. ആ അപമാനം ചിലരെ വല്ലാതെ സന്തോഷിപ്പിക്കും. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നതിലപ്പുറം ഇവരെ ഭയപ്പെടുത്തുന്നത്, ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് അയാൾ ഒരു RSS കാരനാണ്, ഒരു BJP കാരനാണ് എന്നുള്ളതാണ് പലരെയും ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കും. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പറയണം, മോശം കാര്യങ്ങൾ നിങ്ങൾ പറയണം, നട്ടാ കുരുക്കാത്ത നുണ നിങ്ങൾ പറയണം. അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അതിന്റെ പേരാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇപ്പൊ സാറ് തന്നെയാണ് എനിക്ക് ആ ഇൻഫർമേഷൻ, ഞാൻ നേരത്തെ മീഡിയ മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പരിധി വരെയുള്ള ഇൻഫർമേഷൻ എനിക്ക് തന്നത് സാറാണ്. 2018 ഹരീഷ് എന്ന് പറയുന്ന മീശ നോവല് മാതൃഭൂമിയുടെ വാരികയിൽ എഴുതിയ ഹരീഷിന് 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കൊടുത്തു. ഹിന്ദു സ്ത്രീകളെ അപമാനിച്ച ഹരീഷിന് സാഹിത്യ അക്കാദമി പുരസ്കാരം കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. 2020 പിണറായി സർക്കാരാണ്. ഇത് മറ്റാരെങ്കിലും ചെയ്തിരുന്നു എങ്കിൽ കേരളം കത്തിച്ചേനെ. കേരളത്തിലെ മലയാളി സ്ത്രീകൾ, കേരളത്തെ കുറിച്ച് തന്നെയാണ് അപമാനിച്ചിരിക്കുന്നത്. മലയാളി സ്ത്രീകൾ കുളിച്ച് വെടിപ്പായിട്ട് അമ്പലങ്ങളിൽ പോകുന്നത് അവിടുത്തെ പൂജാരിമാരെ നമ്പൂതിരിമാരെ കാണാൻ വേണ്ടിയാണെന്നുള്ള കേരളത്തെ അപമാനിക്കുന്ന ഏറ്റവും വലിയ, അതിനെതിരെ ഒരൊറ്റ വാക്ക്. ഇത് വേറെ സമുദായത്തിലെയോ ഈ ആളുകളാണ് ഈ ഹിന്ദു മുസ്ലിം ബന്ധത്തെ വഷളാക്കുന്നത്. ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ല. ഒരു മുസൽമാൻ വന്നിട്ട് ഇങ്ങനെ നടന്നിട്ടില്ല, ഇങ്ങനെയാണ് പ്രശ്നം, ഞങ്ങളുടെ സമുദായത്തെ അപമാനിച്ചു, അല്ലെങ്കിൽ ഒരു ഹിന്ദു വന്ന് ഇങ്ങനെ പറയില്ല. ഇത് പ്രശ്നം റേറ്റിംഗ് കൂട്ടാനിരിക്കുന്ന കുറെ എണ്ണമുണ്ട്. വിവരം എന്ന് പറയുന്നത് അടുത്തുകൂടി പോകാത്ത കുറെ എണ്ണം. ഇതിന്റെ വസ്തുതകൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ. മാത്രമല്ല ഹിന്ദു വിരുദ്ധതയും അത് അജണ്ടയുടെ ഭാഗം കൂടിയാണ്. അതായത് ഹരീഷിനെ മീശ നോവലിൽ ഹിന്ദുക്കളെ അപമാനിച്ച ഹരീഷിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കാം. എമ്പുരാന്
ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുക്കാം. സ്ലം ഡോഗ് മില്യർ എന്ന് പറയുന്ന സിനിമ ഭാരതത്തെ അപമാനിക്കുന്ന സിനിമയ്ക്ക് അംഗീകാരം കൊടുക്കാം. എനിക്ക് തോന്നുന്നു അത് ഓസ്കാർ വരെ പോയി എന്നാണ് തോന്നുന്നത് ആ സിനിമ. ആ ഒരു അതുവരെ കൊടുക്കാം. പക്ഷേ കേരള സ്റ്റോറി വരുമ്പോൾ ഞങ്ങൾ അത് സമ്മതിക്കില്ല. SFI കോളേജ് തോറും ഇറങ്ങി പൊറോട്ടയും ബീഫും കഴിക്കുകയാണ്. ഉമ്മാർക്ക് തിന്നാൻ മാത്രമേ അറിയാവൂ. അല്ലെങ്കിൽ ഈ സാറന്മാരെ പൂട്ടിയിടുക, കുഴിവാട അധ്യാപകർക്ക്, പഠിപ്പിച്ച അധ്യാപകർക്ക്, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഗുരുവിന് കുഴിമാട ഉണ്ടാക്കാൻ റീത്ത് വെക്കാൻ യവന്മാർക്കറിയാവും. യവന്മാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തലയ്ക്കകത്ത് മൂള വേണം. അതില്ലാത്തവന്മാരോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. MF ഹുസൈൻ എന്ന് പറയുന്ന ചിത്രകാരൻ അയാൾ കാണിച്ചത് എന്താണ്? ഹിന്ദു ദൈവത്തെയാണ് അപമാനിച്ചത്. അപമാനിക്കല്ലോ, സരസ്വതി ദേവിയെ പൂർണ്ണ നഗ്നയായിട്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് എന്തിനാണ്? ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ് ജോസഫ് മാഷ്. എന്തിനാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയത്? അതിനെക്കുറിച്ച് എന്താ ഇവർക്കാർക്കും മിണ്ടാട്ടമില്ലേ? കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വന്നിട്ടല്ലല്ലോ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത്. ദേവി എന്ന് പറയുന്ന ബുദ്ധിജീവി ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ MA ബേബി പറഞ്ഞത് ഈ ജോസഫ് ഒരു വട്ടനാണ് എന്നാണ്. അയാള് ആ അധ്യാപകൻ ആ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലോ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ദൈവത്തിന്റെ പേര് വന്നു എന്നതിന്റെ പേരിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ കൈവെട്ടിയത്. എന്താ അന്ന് ആർക്കും ഈ പ്രശ്നം ഉണ്ടായില്ലല്ലോ? അന്നാർക്കും ഈ പ്രശ്നം. നിമിഷപ്രിയ ഇവിടെ നിന്ന് കടത്തി ഇപ്പൊ സിറിയയിലോ മറ്റെവിടെയോ ആണ്. നിമിഷപ്രിയ അടക്കം കുറെ പേര് ഇവിടെ നിന്ന് പോയപ്പോ ഈ അസ്വസ്ഥതയും പ്രശ്നം ഇവിടെ ആർക്കും ഉണ്ടായില്ലല്ലോ. ആർഷഭാരത വിദ്യാലയം തിരുവനന്തപുരത്താണ്. അവിടെ പിന്നെ മതം മാറ്റി കൊണ്ടുപോയി അത് തിരിച്ചറിഞ്ഞ് തിരിച്ചു വന്ന പെൺകുട്ടികൾ അവിടെയുണ്ട്. അവരോട് പോയി ചോദിക്കണം എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്നുള്ളത്, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. തന്നെയല്ലട പാലാ ബിഷപ്പ് ഹൗസിലുണ്ട് ഇതിന്റെ രേഖകൾ. TP സെൻകുമാറിന്റെ കൈവശം ഇതിന്റെ രേഖകളുണ്ട്. അതുപോലെ നേരത്തെ ഇരുന്ന അതിന് മുമ്പിരുന്ന DGPയുടെ കയ്യിൽ ഇതിന്റെ റെക്കോർഡുകളുണ്ട്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോതമംഗലത്തേത് കണ്ടതല്ലേ? കോതമംഗലത്തെ പോയ പെൺകുട്ടിയെ മതം മാറ്റിയെന്ന് മാത്രമല്ല, ആ പെൺകുട്ടിയുടെ ഒരു മുറിയിലിട്ട് അടച്ചിട്ട് അവളെ മതം മാറ്റാൻ വേണ്ടിയിട്ട് പീഡനങ്ങൾ വരെ നടത്തി. ഇത് ഫാഷിസമല്ലേ? ഈ അടുത്ത കാലത്ത് കർണാടകയാണോ UP എന്ന് എനിക്ക് ഓർമ്മയില്ല. UP എന്നാണ് എന്റെ ഓർമ്മ. ഒരു നേഴ്സ്, ഒരു ഡോക്ടർ നേഴ്സിനെ പ്രണയിക്കുന്നു. ഈ നേഴ്സ് പല തവണ ഇയാൾ ലൈംഗികമായ സ്ത്രീ ഉപദ്രവിക്കുന്നു. അതിനുശേഷം വിവാഹം കഴിക്കണം എന്ന് ഈ ഡോക്ടർ പറയുന്നു. വിവാഹം കഴിക്കാൻ ഈ സ്ത്രീ തയ്യാറാകുന്നു. അപ്പൊ ഈ സ്ത്രീയോട് പറയുന്നത് ജോലി നിർത്തണം, മതം മാറണം, മതം മാറിയതിനു ശേഷം ബുർഖ ധരിക്കണം, പിന്നെ വെളിയിൽ ഇറങ്ങാൻ പാടില്ല. താലിബാനിസമാണ് ഇവിടെ. അതാണ് നടക്കുന്നത്. ആ സ്ത്രീ ആ പരാതി പറഞ്ഞതിന്റെ പേരിൽ ആ സ്ത്രീയെ വല്ലാതെ ഉപദ്രവിച്ചു. ആശുപത്രിയിൽ കയറി ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ ഉപദ്രവിച്ചപ്പോൾ പിന്നെ ആളുകൾ കൂടി അയാളെ കെട്ടിയിട്ട് അടിച്ചു എന്നുള്ള വാർത്ത ഒരു വർഷത്തിനകത്ത് പുറത്തു വന്നതാണ്. അതുപോലെ എത്ര പെൺകുട്ടികൾ ഡയറിയിൽ എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ട്, പ്രണയത്തിന്റെ പേരിൽ മതം മാറാൻ പ്രേരിപ്പിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇതാ മരിക്കുന്നു. ഇതൊന്നും വാർത്തയാകില്ല. താലിബാൻ അഫ്ഗാനിസ്ഥാനെ നമ്മുടെ സൗഹൃദ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. കാര്യമൊക്കെ ശരി തന്നെ, സത്യമായിട്ട് പറയാതിരിക്കാൻ വയ്യ. താലിബാൻ അവിടെ ഈയിടെ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിൽ പറയുന്നത് പുരുഷന്മാർക്ക് ഭാര്യമാരെ എന്തും ചെയ്യാം. പീഡനം എന്ന് പറയുന്നത് അവിടെ ഒരു കുറ്റമല്ല. സ്ത്രീകളെ എന്തും ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നത്. അടിമകളെ പോലെ നിങ്ങൾ അവരോട് പെരുമാറിക്കൊള്ളൂ, ഒരു കുഴപ്പവുമില്ല. അള്ളാഹ് അങ്ങനെയാണ്. ആ നിയമവിധേയമല്ല, ദൈവവിധേയമാണെന്ന് അവിടെ പറയുകയും ചെയ്തത്. എന്താ ഇവിടുത്തെ ബുദ്ധിജീവികളും പിന്നെ BJPയെ ഫാഷിസ്റ്റ് എന്ന് വിളിക്കുന്ന ശക്തികളും കാമാന്നൊരക്ഷരം ഇല്ലാത്തത്? സമസ്തയുടെ നേതാവ് പറഞ്ഞതാണ്. സമസ്തയുടെ അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ് പറഞ്ഞതാണ്, സ്ത്രീകൾ മുൻനിരയിൽ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ കീഴ്വഴക്കമല്ല എന്ന്. സ്ത്രീകളെ മുൻനിരയിൽ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ കീഴ്വഴക്കമല്ല. അവരിപ്പോഴും ഉപഭോഗ വസ്തുവാണ്. വീടിനകത്ത് അടുക്കളയിലും ഞങ്ങളുടെ കിടപ്പുമുറിയിലും ഇരിക്കേണ്ടവരാണ് സ്ത്രീകൾ. അല്ലാതെ അവർ പുറത്തിറങ്ങി ഭരിക്കേണ്ടവരോ അല്ലെങ്കിൽ പുറത്തിറങ്ങി നയിക്കേണ്ടവരോ അല്ല. അവർക്ക് ഞങ്ങളെ കുട്ടികളെ ഉണ്ടാക്കുക, ഞങ്ങളെ സുഖിപ്പിക്കുക, ഞങ്ങൾക്ക് വച്ചു വിളമ്പി തരിക, ഇതാണ് ഞങ്ങളുടെ സ്ത്രീകൾ. ഇതിലപ്പുറം ഉണ്ടെങ്കിൽ പോലും അത് പുറത്തു പറയാൻ കഴിയില്ല. അങ്ങനെ ഇപ്പോഴും പുരോഗമന ചിന്താഗതി ഇല്ലാത്ത സ്ത്രീയെ ഇപ്പോഴും ഉപഭോഗ വസ്തുവാക്കി കണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴുമുണ്ട്. കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന ചില മുഖം തിരിക്കാത്ത യാഥാർത്ഥ്യങ്ങളെ പുറത്ത് കാണിക്കുന്ന ഒരു സിനിമയാണ്. ഇനി ആ സിനിമ എന്തോ പറയട്ടെ, അതൊരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. എമ്പുരാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം, സ്ലം ഡോഗ് മില്യറിനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം, കേരള സ്റ്റോറി 2 ഉണ്ട്. അത് നിങ്ങൾ ആരും അവസാനിപ്പിക്കാൻ നോക്കണ്ട. ഏതൊക്കെ കോടതിയിൽ പോയാലും
ഒരു സിനിമയെ ഇപ്പോ എമ്പുരാനിൽ പലരും ഇടപെട്ട അതിന്റെ കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്തു എന്ന് പറയുന്നു. അത് തീവ്രവാദിയെ ഹീറോ ആക്കി കാണിക്കുമ്പോ സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഒരു തീവ്രവാദിയാണ് അവിടെ ഹീറോ ആക്കി കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം. റമദാൻ മാസമാണിത്. നടക്കുന്ന മറ്റൊരു ഫാഷിസത്തെ കുറിച്ച് ഞാൻ പറയാം. റമദാൻ മാസത്തില് ഗൾഫ് രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ കടകൾ അടച്ചിടും, ഭക്ഷണത്തിനുള്ള കടകൾ അടച്ചിടും. അതിനു പകരം അവിടുത്തെ ഗവൺമെന്റ് സൗജന്യമായിട്ട് ഫ്രൂട്ട്സ് ഉൾപ്പെടെയുള്ള ആഹാര സാധനങ്ങളെല്ലാം പൊതുസ്ഥലങ്ങളിൽ പരസ്യമായിട്ട് സൗജന്യമായിട്ട് കൊടുക്കും. ഈ സംവിധാനം ഒന്നുമില്ലാത്ത കേരളത്തിൽ മലപ്പുറത്ത് പതിവായിട്ട് ഹോട്ടലുകളിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഭക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴുണ്ടോ? അവർ പതിവായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന കടകൾ മുഴുവൻ റമദാൻ 1 തൊട്ട് അത് അടച്ചു തന്നെ കിടക്കും. അവർ പട്ടിണി കിടക്കണം. അവർക്ക് വേറെ ഹോട്ടലുകളിൽ പോയി കഴിക്കാനും അവകാശമില്ല. എന്താ, ആ ഹോട്ടലുകളും തുറക്കാൻ സമ്മതിക്കുകയില്ല. അങ്ങനെയുള്ളൊരു സംസ്കാരം തല പോകാനും തയ്യാറായിട്ട് തന്നെയാണ് ഈ പറയുന്നത്. ഇങ്ങനെ പറയാൻ പറ്റൂ, ഗവൺമെന്റിന്റെ യാതൊരു പ്രൊട്ടക്ഷനും കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ സത്യം പറയാതിരിക്കാൻ കഴിയുകയില്ലെന്നൊരു ശീലമായി പോയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തന്നെയുമല്ല, എൻ്റെ തലയ്ക്ക് വലിയ വിലയൊന്നുമില്ലാത്തത് കൊണ്ടും അങ്ങനെ അങ്ങ് തയ്യാറാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഫാഷിസമാണെന്ന് വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യമാണ് നമ്മുടെ മലയാളികൾക്ക് ഇല്ലാത്തത്. അത് മറ്റൊരാൾ പറയുമ്പോൾ അതിനെതിരെ കുരയ്ക്കുക എന്ന് പറയുന്നത് സംസ്കാരമുള്ള ഒരു ജനതയ്ക്ക് ചേർന്നതല്ല, ഫാഷിസ്റ്റ് രീതിയാണത്. തീർച്ചയായിട്ടും അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വിലക്കുന്ന ഒരു നടപടിയാണ്. ആര് ചെയ്താലും ജനാധിപത്യ വിരുദ്ധവുമാണത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പെൺകുട്ടിയെ മതം മാറ്റി വീട്ടിൽ കൊണ്ടുപോയാൽ അതിന് അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കാറില്ല. അമ്മ മരിച്ചാലും അച്ഛൻ മരിച്ചാലും നീ പോകരുത്, കാരണം നീ മറ്റൊരു മതമാണ്, അതുകൊണ്ട് നിനക്ക് അങ്ങനെ ഒരു അച്ഛനും അമ്മയും ഇല്ല എന്നാണ് പഠിപ്പിച്ചു വെക്കുന്നത്. അത് ശരിയാണോ? മനുഷ്യത്വത്തിന്റെ ലംഘനമല്ലേ? സാഹിത്യകാരന്മാർ ചോദ്യം ചെയ്യണ്ടേ? ഹരീഷിനെന്തിനാ അതാ ദണ്ണം വരാത്തത്? അതെന്താ? അപ്പൊ ഹിന്ദു വിരുദ്ധതയാണ് ഹരീഷിനെ പോലെ ആൾക്കാരുടെ മുഖമുദ്ര എന്നതുകൊണ്ടാണ്. അല്ല, ഇതിപ്പോ ഹിന്ദുവിനെതിരെയാണ് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയതെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഇത് കാന്തപുരമാണെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതെ, കുറച്ചെങ്കിലും വിവരമുള്ള മനുഷ്യത്വമുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിയെ പോലുള്ള ആളുകൾ ചിന്തിച്ച് ആ മതത്തിനുള്ളിൽ വരുത്തേണ്ട ഒരു ശുദ്ധീകരണമാണ്. ഒരിക്കലും മനുഷ്യത്വപരമായ ഒരു നിലപാടെടുക്കുന്ന അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. എതിർത്ത് ശക്തമായി രംഗത്ത് വരും. ഇത് വളരെ കുറച്ചേ ഉള്ളെന്ന് പറയുകയല്ല, ഒന്നുപോലും നടക്കരുത്. അതാണ് വേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.